ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നിഫ്റ്റി ഒരു 800 പോയിൻ്റ് ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആയേക്കുന്നത്. നമ്മൾ ഇതേപോലത്തെ ദിവസങ്ങളിലൊക്കെ കഴിവതും നമ്മൾ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുക, സേഫായി ട്രേഡ് ചെയ്യാൻ നോക്കുക. ചെറിയൊരു എമൗണ്ട് വലിയ റിസ്ക് എടുത്താലും ടോട്ടൽ എമൗണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്ന ചെറിയ എമൗണ്ട് റിസ്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് രാവിലെ ഒരു ചെറിയ പ്രശ്നം പറ്റുന്നത് വെച്ചാൽ, ഞാൻ നോർമൽ ട്രേഡിംഗ് കൺസോൾ ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് അത് ഓപ്പൺ ആവുന്നില്ല. ഞാൻ പിന്നെ എൻ്റെ ഒരു ടെസ്റ്റ് ട്രേഡ് ചെയ്യുന്ന ഒരു 5 years അക്കൗണ്ട് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തത്. മറ്റേ രാവിലെ മുതൽ നോക്കിയിട്ട് എന്തോ പ്രശ്നം. ഞാൻ ആദ്യം നമ്മുടെ പാസ്വേഡ് അടിച്ച് ചെറുതായിട്ടും തെറ്റിപ്പോയി. എന്തായാലും നമുക്കൊരു ട്രേഡ് തന്നെ എടുക്കാനായിട്ട് നോക്കാം. നിഫ്റ്റി എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്വിക്ക് ട്രേഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കാം. 1-2 പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, ടോട്ടൽ അതായത് FIAസും DIAസിൻ്റെയൊക്കെ ഓവറോൾ വലിയ പൊസിഷൻസ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഷോർട്ട് സൈഡിലോട്ടാണ്, അതായത് ഡൗൺ സൈഡിലോട്ടാണ്. പക്ഷേ മാർക്കറ്റ് 800 പോയിൻ്റ് ഗ്യാപ്പപ്പാണ്. ഞാനെന്തായാലും ഒരു ചെറിയ ട്രേഡ് എടുത്തിട്ടുണ്ട്. നമുക്കത് ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് 25 പോയിൻറ്റ്സ് നമ്മൾ ആ ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ മറ്റേ കൺസോൾ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത്. ആ ട്രേഡ് ഞാൻ ലാസ്റ്റ് ഏതാ പൊസിഷൻ എടുത്തെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ ക്വിക്ക് ട്രേഡ് ബുക്ക് ചെയ്തു. ഒരു 5-10 സെക്കൻഡ് നേരത്തെ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ അത്യാവശ്യം 25 പോയിൻറ്റ്സ് നമ്മൾ ആ ട്രേഡിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ട്രേഡായിരുന്നു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം. കിട്ടുമെങ്കിൽ ബുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ FIAസിൻ്റെ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഡൗൺ സൈഡാണ്, പക്ഷേ റീറ്റെയിലേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പ് സൈഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ, റീറ്റെയിലേഴ്സ് 800 പോയിൻ്റൊക്കെ ഒറ്റയടിക്ക് മുകളിലോട്ട് പോകുമ്പം റീറ്റെയിലേഴ്സിന് അത് പിന്നെ ഹോൾഡ് ചെയ്യാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. സാധാരണ റീറ്റെയിലേഴ്സിൻ്റെ മൈൻഡ് സെറ്റ്. ഇപ്പോൾ ഞാനാണെങ്കിലും അതായത് പിന്നെ വെള്ളിയാഴ്ച ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ 800 പോയിൻ്റ് അപ്പാകുമ്പോഴത്തേക്ക് എൻ്റെ പ്രീമിയം ഒക്കെ ഏകദേശം ഡബിളായിട്ടുണ്ടാവും ഇന്ന് തുറക്കുമ്പോൾ തന്നെ. അപ്പോൾ തന്നെ ഞാനത് പേടിച്ചു പോകും അത് കാണുമ്പോൾ തന്നെ. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അന്നേരം തന്നെ ബുക്ക് ചെയ്യാൻ നോക്കും. അതായത് ഇമ്മീഡിയറ്റ് അപ്സൈഡ് മൂവ് കാണുന്നില്ല എന്ന് തോന്നി ഞാൻ അന്നേരം അത് ബുക്ക് ചെയ്യും. കാരണം ഉള്ള പ്രോഫിറ്റ് പോലെ അന്നേരം തന്നെ ബുക്ക് ചെയ്യും. ഇതിപ്പോൾ അവിടെ ഇതാണ് കാണുന്നത്. കാരണം റീറ്റെയിൽ ട്രേഡേഴ്സ് ഈ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാണ്. പക്ഷേ അപ്പോൾ എന്താ വെച്ചാൽ FIAസും DIAസും വലിയ പ്ലെയേഴ്സ് അവർക്കറിയാം, റീറ്റെയിലേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് അറിയാം. അവരത് നോക്കിയിരിക്കും. അവർ താഴത്തോട്ട് അവരുടെ ഷോർട്ട് സൈഡാണല്ലോ അവർ പൊസിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. മാർക്കറ്റ് താഴത്ത് വന്നു കഴിയുമ്പോൾ അവർ ഷോർട്ട് കവർ ചെയ്യും. കാരണം അവർക്കും അറിയാം. കാരണം വെച്ചാൽ എക്സിറ്റ് പോളെല്ലാം വളരെ പോസിറ്റീവായിട്ട് സ്ട്രോങ് ഗവൺമെൻറ് വരുന്നുള്ളൊരു എക്സിറ്റ് പോളാണ്. അപ്പോൾ മാർക്കറ്റ് എന്തായാലും അപ്പോൾ പോയേ പറ്റുള്ളൂ. മാർക്കറ്റ് ഡൗൺഫോൾ ആവാൻ പറ്റില്ല. ഇന്ന് മാർക്കറ്റ് എന്തായാലും അപ്പോൾ പോയേ പറ്റുള്ളൂ. അപ്പോൾ അവർ മാക്സിമം അവർക്ക് ലോസ് കവർ ചെയ്യാൻ പറ്റുന്നിടത്ത് വെച്ച് അവർ ബുക്ക് ചെയ്യും. അപ്പോൾ അവരും ഈ ഡൗൺഫോളിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. കാരണം അവരും കുറച്ച് സെല്ല് ചെയ്യും. കാരണം അവരുടെ എന്താ പറയുക, 10,000-5,000 കോടിയുടെ പൊസിഷനാണ് അവർക്ക് നഷ്ടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു 1,000 കോടി രാവിലെ കൊണ്ട് സെല്ല് ചെയ്താൽ അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല. അപ്പോൾ അവർ ഒരു പൊസിഷൻ സെല്ല് ചെയ്യും. മാർക്കറ്റ് അവർ പോരുന്നിടത്തോളം താഴത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ അവരുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്ന സിനാരിയോ. പക്ഷേ ഇത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ട്രേഡേഴ്സാണ് പെട്ടുപോവുക. അപ്പോൾ നമ്മളത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഇന്ന് ചെയ്യണം. കഴിവതും ഇതേപോലെ ദിവസങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം നമ്മളൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ ഇതേപോലത്തെ ഇവൻറ്റ് ഡേയ്സ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഇവൻറ്റ് ഡേയ്സ് ചെയ്തു എന്നുള്ളൊരു സന്തോഷം കിട്ടുമല്ലോ. ലോസ് ആയാലും അവിടെ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ, വളരെ ചെറിയ ക്വാണ്ടിറ്റി. അത് ലോസ് ബുക്ക് ചെയ്താലും നമ്മൾ 10,000, 2,000, 3,000 ലോസ് ബുക്ക് ചെയ്യും. അതോടെ ഇന്നത്തെ പരിപാടി നിർത്തും. അതായത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ലോസ്, അതിന് മുകളിലൊരു ലോസ് എന്തായാലും ബുക്ക് ചെയ്യില്ല. ഇവിടെ ഞാൻ ഈ ട്രേഡ് എടുക്കാനൊരു ലോജിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും മാർക്കറ്റ് ഡൗൺവേർഡ് പോയിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ട് ഞാൻ അപ്സൈഡ് ഒരു ട്രേഡ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓപ്ഷൻസ് പ്രീമിയം ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മാർക്കറ്റ് ഡൗൺ മൂവ് ആയിട്ടും പക്ഷേ ഓപ്ഷൻസിൻ്റെ പ്രീമിയം അതേപോലെ കയറിയില്ല, അത് സ്റ്റക്കായിട്ട് നിൽക്കുക. പക്ഷേ സിയുടെ പ്രീമിയം കുറഞ്ഞു. അതായത് കോൾ ഓപ്ഷൻ്റെ പ്രീമിയം
കുറയുന്നുണ്ട്, പക്ഷേ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം കയറുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പുട്ട് ഓപ്ഷൻസ്, അതായത് മാർക്കറ്റ് ഡിസിസീവായിട്ട് താഴത്തോട്ട് പോരുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം എന്തുകൊണ്ട് കുറഞ്ഞു? കോൾ ഓപ്ഷൻ്റെ പ്രീമിയം കുറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് കോൾ ഓപ്ഷൻ്റെ പ്രീമിയം കണ്ടമാനം കുറഞ്ഞത്. അപ്പോൾ അതൊരു ചെറിയൊരു അനക്കം എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം കയറും. ഇപ്പോൾ 100 രൂപ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 100 രൂപ കുറയുന്ന സ്ഥലത്ത് നമ്മൾ പോയി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 25 രൂപയോ 50 രൂപയോ കിട്ടാനായിട്ട് വലിയ പ്രയാസമില്ല. പക്ഷേ ആ ഒരു ചെറിയൊരു അനക്കം മതി, അത് വീണ്ടും ആ കോൾ ഓപ്ഷൻ പ്രീമിയം കയറും. അതുകൊണ്ടാണ് ഞാൻ കോൾ ഓപ്ഷൻ എടുക്കാനായിട്ടുള്ളൊരു കാരണം. പിന്നെ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയാണ്, കുറച്ച് വലിയ എന്താ പറയുക SL കൊടുത്തിട്ട് ഇരുന്നാലും കോൾ ഓപ്ഷൻ നമുക്ക് ഗെയിൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കോൺഫിഡൻസും ഉണ്ട്. കാരണം മാർക്കറ്റ് എന്തായാലും മുകളിലോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുട്ട് സൈഡിലോട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നതിനേക്കാളും നല്ലത് മാർക്കറ്റ് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യുന്ന സമയത്ത്, ഇതേപോലത്തെ ദിവസം മാർക്കറ്റ് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് സപ്പോർട്ടിൽ എടുത്ത് റിവേഴ്സ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ കോൾ ഓപ്ഷൻസ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടും. പക്ഷെ നമ്മൾ പേടിച്ചു വന്നിട്ട് വെച്ചാൽ നമ്മൾ ഈ സപ്പോർട്ട് എടുത്തുല്ലോ, ഈ സപ്പോർട്ട് എടുത്തെടുത്ത് മാർക്കറ്റ് രണ്ടാമത് വീണ്ടും താഴ്ത്തോട്ട് വന്നിട്ട് നമ്മുടെ SL എടുക്കും. SL എടുത്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിട്ട് പോകും. കാരണം വെച്ചാൽ ഈ വലിയ പ്ലെയേഴ്സിന് അറിയാം, എവിടെയും സപ്പോർട്ട് കാണുന്നത് എല്ലായിടത്തും പോയിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് ഇന്ന് കോൾ ഓപ്ഷൻസ് എടുക്കും. കാരണം ഇപ്പം റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളിയാഴ്ച പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തു, അവർ ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര എന്താ പറയുക ഒരു ലോസ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഫീൽ വരും. അപ്പോൾ ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാം വില എവിടെയെങ്കിലും സപ്പോർട്ട് എടുത്താൽ അവിടെ പോയിട്ട് അവർ കോൾ ഓപ്ഷൻസ് വാങ്ങിക്കും. അത് ഈ വലിയ ട്രേഡേഴ്സിനാണ്. ഇതൊരു മൈൻഡ് സെറ്റ് ഗെയിമാണിത്. അപ്പം ആ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് അവർക്കറിയാം. അപ്പോൾ നമ്മൾ പോയിട്ട് കോൾ ഓപ്ഷൻ വാങ്ങിക്കും. ഈ കോൾ ഓപ്ഷൻ വാങ്ങിച്ച് കഴിയുമ്പോൾ അവർക്കറിയാം പ്രീവിയസ് സ്വിങ് ആണ് ഇവരുടെയൊക്കെ SL എന്നുള്ള അറിയാം, സ്റ്റോപ്പ് ലോസ് എന്നുള്ള അറിയാം. ഇവർ ആ പ്രീവിയസ് സ്വിങ്ങിലോട്ട് ഒന്നും കൂടെ മാർക്കറ്റിനെ കൊണ്ടുവന്നിട്ട് അവിടെ SL എല്ലാം അടിക്കും. SL എല്ലാം എടുത്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു കൊണ്ടുവരും. മാർക്കറ്റ് നാച്ചുറലി തിരിച്ചു പോയേ പറ്റുള്ളൂ, അല്ല മാർക്കറ്റ് താഴ്ത്തു വരാൻ പറ്റില്ല. അപ്പോൾ അതവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ പ്ലേ ചെയ്യും. അപ്പം ഇന്നും ഇവൻ്റ് ഡേയ്സിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ്റ് ഡേയ്സിൽ മാർക്കറ്റിൽ വേറെ എന്താ പറയുക സപ്പോർട്ട് റെസിസ്റ്റൻസൊക്കെ എല്ലാം നമുക്ക് നോക്കി വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു പ്യുവർ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും ഇവൻ ഡേയ്സിൽ വരിക. അതുകൊണ്ടാണ് നമ്മൾ ഇവൻ ഡേയ്സിൽ കഴിവതും നമ്മൾ നോർമലി ട്രേഡ് ചെയ്യുന്നവർ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാനുള്ള കാരണം വെച്ചാൽ നമ്മളിപ്പോൾ നോർമലി ഓടിക്കുന്ന ഒരു കാറ് ചിലപ്പം മാക്സിമം ചിലപ്പോൾ 100 കിലോമീറ്റർ 150 കിലോമീറ്റർ സ്പീഡിൽ പോകുമായിരിക്കും. അപ്പോൾ നമുക്കത് ഓടിച്ച് അതിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ സ്പീഡ് എത്ര വരെ കയറും, അതിൻ്റെ ആക്സിലറേഷൻ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ദിവസവും ഓടിക്കുന്ന വണ്ടിയായതുകൊണ്ട് നമുക്ക് നല്ലൊരു നിശ്ചയം ഉണ്ടാവും. അതായത് സ്പീഡിൽ പോയാൽ എത്ര സ്പീഡിൽ പോകും, അല്ലെ ബ്രേക്ക് പിടിച്ചാൽ എത്ര സമയം കൊണ്ട് നിർത്താൻ പറ്റും, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാവും. അതേസമയം നമുക്കൊരു സുപ്രഭാതത്തിൽ രാവിലെ തന്നിട്ട് ഒരു ഫെരാരിയുടെ റേസിംഗ് കാർ നമ്മുടെ തരികയാണ്, മോനെ ഇത് ഓടിച്ചോട്ടോ, നമ്മുടെ ചേട്ടൻ ഓടിച്ചു നമ്മുടെ ഈ ഫെറാരി റേസിംഗ് കാർ തന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഇത് ഓടിച്ച് ഇതുമായിട്ടൊന്ന് പഠിച്ചു വരാനായിട്ട് നമുക്കത് ഓടിക്കാനൊക്കെ പറ്റും, പറ്റാഴികയൊന്നുമില്ല. പക്ഷേ ആ വണ്ടി ഓടിച്ച് അതിനൊരു ശീലം വരാനായിട്ട് കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ പക്ഷേ എന്താ പറ്റുക, ഈ ഫെരാരിയുടെ വണ്ടി ആകെ ഓടിക്കാൻ ഒരു ദിവസം തരുള്ളൂ, പിറ്റേ ദിവസം അവർ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് ഫെരാരിയുടെ വണ്ടി റേസിംഗ് കാർ നമുക്ക് ഓടിക്കാൻ പഠിക്കാൻ പറ്റില്ല. അതേപോലെയാണ് ഇവൻ്റ് ഡേയ്സ് എന്ന് പറയുന്നത്. കാരണം വർഷത്തിലാകെ ഇതേമാതിരി ഒരു 1-2 ഒരു ബഡ്ജറ്റ് ഡേ വരും, 5 വർഷം കൂടുമ്പം ഒരു ഇലക്ഷൻ ഡേ വരും. ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റ് ഡേയ്സ് വരുള്ളൂ. ഇതൊരു വലിയ ഇവൻ്റ് ഡേയാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇവൻ്റ് ഡേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞാലേ പറ്റുള്ളൂ, അടുത്തൊരു പുതിയ ഗവൺമെൻറ് വരുമ്പോഴേ പറ്റുള്ളൂ. അപ്പം ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളൊരു അവസരമില്ല. അപ്പോൾ ഈ മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പ്രയാസമാണ്. കാരണം വെച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റാണ്ടൊന്നുമല്ല, ഇങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളിത് പഠിക്കാഴിയൊന്നുമില്ല, നമ്മൾ സുഖമായിട്ട് ഇത് പഠിക്കും, ഇതും പഠിക്കും, ഇതിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേങ്കിൽ നമ്മളെല്ലാ ദിവസവും സാധാരണ കാർ ഓടിക്കുന്നത്, ഒരു സുപ്രഭാതത്തിൽ രാവിലെ നമുക്ക് റേസിംഗ് കാർ കൊണ്ട് തന്നിട്ട് ഓടിച്ചോ ഉച്ചയാകുമ്പോഴത്തേക്ക് ആ കാറ് നമ്മളെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഈ വണ്ടി നമുക്ക് ഓടിക്കാനും പറ്റില്ല, കാരണം അതിൻ്റെ ഗിയർ ഏതാണ്, എത്ര സ്പീഡിൽ പോകും, ഇതൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോൾ തന്നെ ഒരു 10 ദിവസം വേണം. അപ്പോൾ ആ 10 ദിവസം ഓടിക്കാനുള്ള അല്ലെങ്കിൽ 50 ദിവസം ഓടിക്കാനുള്ളൊരു ഇത് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ്
നമ്മൾ കഴിവതും ഇവൻറ്റ് ഡേയ്സിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു ചെറിയൊരു ട്രേഡും കൂടെ കിട്ടുമോ നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം ഒരു ട്രേഡ്. കാരണം ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് വരും. അപ്പോൾ അങ്ങനെ അപ്വേർഡ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ട്രേഡും കൂടി എടുത്തിട്ട് വളരെ ചെറിയ പോയിൻ്റാണ്, വളരെ ചെറിയ ക്വാണ്ടിറ്റി ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു എന്താ പറയുക, ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് നമ്മൾ ഈ ദിവസം ചെയ്യാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഞാനത് പക്ഷേ ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല. നമ്മൾ ആ ലോസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ ഇവൻ്റ് ഡേയ്സ് ചെയ്താൽ മതി. നമുക്ക് എത്ര രൂപ ലോസ് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ വേണം. അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എടുക്കാം. നമുക്ക് എവിടെയെങ്കിലും ഒരു അപ്വേർഡ് ട്രേഡ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ എടുക്കാം. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ കൂടുതൽ പോയിൻറ്റ്സിന് വേണ്ടിയിട്ട് അപ്വേർഡ് ട്രേഡ് ഇപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. കാരണം ഇവിടെ ഒരു പുട്ട് സൈഡ് ട്രേഡ് എടുക്കാനായിട്ട് പറ്റൂല. കാരണം വെച്ചാൽ ഇപ്പം സി പൊസിഷൻ്റെ പ്രീമിയം 100 പോയിൻറ്റ് 120 പോയിൻ്റൊക്കെ മെൽട്ടായി. പക്ഷേ പുട്ട് സൈഡിൽ പ്രീമിയം എത്ര കയറിയത്? 15 പോയിൻറ്റ് 20 പോയിൻ്റൊക്കെ കയറിയത്. ഞാൻ എന്തായാലും ഒരു സി ട്രേഡ് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. കോൾ ഓപ്ഷൻ എൻട്രി ചെയ്തിട്ടുണ്ട്. വളരെ ക്വിക്കായിട്ട് എൻട്രി ചെയ്തിട്ട് നമുക്കതൊരു അനക്കം കിട്ടുകയാണ്, നമുക്ക് എക്സിറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ എക്സിറ്റ്. കാരണം പിന്നെ നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. അത് നമ്മൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ മാറും കേട്ടോ. നോക്കാം ഈ ഗ്രീൻ ക്യാനിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ ഗ്രീൻ ക്യാനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഡിസിഷൻ. അത് നല്ലൊരു ഗ്രീൻ ക്യാനിലാണ്. നോക്കാം. നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ട്രേഡിൽ. ഞാൻ എക്സിറ്റ് ചെയ്തു. അതിൻ്റെ പൊസിഷൻസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ കോൾ ഓപ്ഷനാണ് എടുത്തത്. ഈ കോൾ ഓപ്ഷൻ എടുത്തു. പക്ഷേ മാർക്കറ്റ് ഡൗൺഫോൾ ആയിരുന്നു. കോൾ ഓപ്ഷൻ എടുത്തു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2600 rupees വളരെ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ എടുത്ത് ട്രേഡ് ചെയ്തിട്ടുള്ളൂ. കാരണം റിസ്ക് വളരെ കുറച്ച് എടുക്കാനായിട്ടായിരുന്നു. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം ഈ ഡേ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.